ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മൂത്ത കുട്ടി അവരുടെ വിവാഹ നിശ്ചയാനന്തരം ഇവരുടെ പ്രതീക്ഷകളെ തച്ചുടച്ചൊരാളുടെ കൂടെ പോകുന്നു. അയാളും ആ കുട്ടിയും കൂടി വീണ്ടും വീട്ടുകാരുമായി സമരസത്തിലാവുന്ന ഒരു കുഞ്ഞുണ്ടാവുന്നു. വളരെ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹം നിശ്ചയിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ വിവാഹ നിശ്ചയം കണ്ടാൽ തന്നെ അത് ഗംഭീരമായിട്ടുള്ളൊരു കല്യാണം പോലെയുള്ള പോർഷനിൽ ആ അച്ഛനും അമ്മയും നടത്തി. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്ത് അങ്ങനെ അവരുടേതായിട്ടുള്ള ആ ഒരു സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര പോലെ തന്നെയാണ് ആ വിവാഹ നിശ്ചയം. അതിൽ മൂത്ത കുട്ടി ഈ അനിയത്തിയെ ഒരുക്കുന്നതിലും അവളെ മനസ്സാ വാച ആത്മാർത്ഥമായിട്ട് തന്നെ തൻ്റെ ആ ബ്യൂട്ടീഷ്യൻ്റെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ച് പുലർച്ചെ വളരെ നേരത്തെ എണീറ്റ് ഈ അനിയത്തിക്ക് വേണ്ടി തൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും ശ്രദ്ധിക്കാതെ. ഇപ്പോൾ ഈ അനിയത്തി ഇന്നലെ പറയുന്നുണ്ട്, എൻ്റെ ഇങ്ങനെയുള്ള ശരിക്കുള്ള വിവാഹം കഴിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ ഒരൊറ്റ സ്പൈ വർക്കാണ് എന്നെ ഇങ്ങനെ എത്തിച്ചതെന്ന്. ഒരിക്കലുമല്ല. ആ നിശ്ചയത്തിന് ആ മൂത്ത കുട്ടി ചെയ്തു കൂട്ടിയ ത്യാഗങ്ങൾ, അവൾ പോലും ഡ്രസ്സ് ചെയ്യാതെ ഈ അനിയത്തിയെ പെർഫെക്റ്റായിട്ട് ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞിനെയും അവൾക്കും ഡ്രസ്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. അപ്പോൾ ഇവർ പറയുന്നതിൽ വളരെ തെറ്റുണ്ട്. ഇനി ഈ ഫാമിലി രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വീട്ടിൽ ഈ ഇവരെൻ്റെ ഫോണിൻ്റെ ഉപയോഗം മൂലം ഈ കുട്ടിക്ക് ഉണ്ടാവുന്ന ചില തലതിരിച്ചലുകൾ. അമ്മയും അച്ഛനും ശത്രുപക്ഷത്ത് കാണുന്നു. മൂത്ത ചേച്ചിയും ഹസ്ബൻഡും നമ്മളൊക്കെ എതിരെയുള്ള ആദ്യത്തെ ശത്രു എന്ന് അയാൾ വിലയിരുത്തുന്നു. അയാളെക്കാളും കാണാൻ കുറച്ചും കൂടി അല്ലെങ്കിൽ അതേപോലെ നിൽക്കുന്ന മൂത്ത മരുമകനുമായിട്ടുള്ള ചെറിയ ഈഗോ ക്ലാഷ്, അത് സ്വാഭാവികമായിട്ട് മൂത്ത ചേച്ചിയും ഈ കുട്ടിയും തമ്മിലുള്ള ഈഗോ ക്ലാഷിലേക്ക് നീങ്ങുന്നു. അവരുടെ കാറിൽ കയറുന്നില്ല, അവരുടെ യാത്രയുടെ കൂടെ പോകുന്നില്ല. അവരുടെ കൂടെ പോവാതിരിക്കുന്ന ചില സമയത്ത് ഈ ഭാവി വരൻ അത് വേണ്ട രീതിയിൽ മീശമാധവൻ്റെ പോലെ ദുരുപയോഗം ചെയ്യുന്നു. അതിനെ സാക്ഷിയാവേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാരൻസിനെതിരെ എതിർക്കേണ്ടി വരും, രണ്ട് തല്ലു കൊടുക്കേണ്ടി വരും. അതൊക്കെ വലിയൊരു ഇതായിട്ട് അച്ഛൻ പണിക്ക് പോകുന്നില്ല, അച്ഛൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയൊക്കെ ചീത്ത വിളിക്കുക. അതുവരെ ഈ കുട്ടി വേറെ ആൾക്കാർ പണിതിട്ടാണല്ലോ തിന്നിട്ടുണ്ടാവുക. അച്ഛൻ തന്നെയാണല്ലോ ഈ അസുഖം വന്നപ്പോഴും ഇതുവരെയും ആ വായയിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. അവർക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എന്താ നിർബന്ധം? വീട്ടിലാണെന്നെ അച്ഛൻ തന്നെ പോയി ജോലി ചെയ്ത് നമുക്കൊക്കെ തിന്നാൻ തരണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും അധ്വാനിക്കാം. വീട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കോ മക്കൾക്കോ ഒക്കെ ഇത് ആരുടെ മേലും അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. ഗ്രഹനാഥൻ തന്നെ എല്ലാ ജോലി എടുത്ത് നമ്മൾക്ക് തിന്നാൻ കൊണ്ടുവന്ന് തരണം, അയാളുടെ ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ തുലയ്ക്കണമെന്ന് യാതൊരു വക നിർബന്ധവും പറഞ്ഞിട്ടില്ല. നമ്മളുടെ പാരൻസിനെതിരെ നമ്മുടെ ഭർത്താവ് നമ്മളുടെ പാരൻസിനെതിരെ തിരിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരുത്താനുള്ളൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഈ കുട്ടിക്ക് വേണ്ടതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ശത്രുവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. നമ്മളുടെ കൂടപ്പിറപ്പുകൾ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തം മുതലെടുക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരി അത്രയും നാൾ ഇവരുമായിട്ട് കടുത്ത ശത്രുതയിലും അടിയിൽ കമൻ്റ് ഇടും അങ്ങനെയൊക്കെ ഇവരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഇവരുടെ രണ്ടാമത്തെ മകളെ ഇവർക്കെതിരെ തിരിഞ്ഞ ആ ഒരു സമയം വിനിയോഗിച്ച് അവിടെ കയറിപ്പറ്റി അതുവരെ ഇല്ലാതിരുന്ന ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് ആ കുട്ടി ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതുവരെ വിളിക്കാതെയും അടുപ്പല്ലാതിരുന്ന ആ ആളാണല്ലോ ഇത്ര കാലം പൊന്നുപോലെ ആ കുട്ടിയെ നോക്കിയത് അല്ലേ. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒരു ക്യാൻസറൊക്കെ വരുമ്പോൾ ചെറിയൊരു കുഞ്ഞിന് വരുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും ഹൃദയത്തിലെ വേദനയുടെ ആഴമുണ്ടല്ലോ, അത് അളക്കാണെങ്കിൽ നമ്മളെ അമ്മയും അച്ഛനും ആവണം. ഈ കുട്ടി ഇപ്പോൾ ഒരു മെസ്മറൈസിങ് ലോകത്താണ്, ഒരു മാന്ത്രിക ലോകം. ഇതിൻ്റെ ഒരേ ഒരു രൂപം മാത്രമാണ് ആ കുട്ടി ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ കാണുന്നുള്ളൂ. അത് ആ ഭർത്താവിൻ്റെ അയാൾ പറയണ ആ വേദവാക്യങ്ങളാണ് ആ കുട്ടി ഇപ്പോൾ എന്താ പറയുക, ആ കുട്ടി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായാജാല കാഴ്ചകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് മോള് താഴത്തേക്ക് ഇറങ്ങും. നിലത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും അല്ല ലോകമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൻ്റെ വീട്ടുകാരോട് പോലും വഴക്കും ബഹളവും ഇതൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു പയ്യൻ ഇവർ പറഞ്ഞു കേട്ടെടുത്തോളം അത് ഇനി ആ കുട്ടി എത്രമാത്രം അവിടെ സെക്യൂർ ആണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുപക്ഷത്തിലെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെ അവിടെ കയറി പറ്റിയ നിലയ്ക്ക് തീർച്ചയായിട്ടും അവിടുത്തെ കാര്യം കട്ടപ്പുകയായിരിക്കും. ഇനി അതിൻ്റെയൊക്കെ വീഡിയോകൾ അവരെന്നെ രംഗത്ത് പറഞ്ഞു വരുമായിരിക്കും. അങ്ങനെയൊന്നും വരാനുള്ളൊരു ഇത് ആ കുട്ടിക്ക് വരാതിരിക്കും. ഇന്നലെ കിട്ടിയ ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് അതുവരെ വളർത്തി
രോഗാവസ്ഥയിലും നല്ല അവസ്ഥയിലും ഒക്കെ കൂടെ നിന്ന് പൊന്നു പോലെ നോക്കിയ 19 കൊല്ലം നിൻ്റെ കൂടെ ഉറങ്ങിയിരുന്ന പാരൻസിനെ കൃത്യമായിട്ട് ചൊറിയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിൻ്റെ ഏട്ടൻ്റെ വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ തുടക്കത്തിൽ തന്നെ നിന്നെ ആ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടഞ്ഞ അധ്യായം പോലെ അവർ കണക്കാക്കി തുടങ്ങി. കാരണം അത്രമാത്രം വേദന അവരനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ലോകത്ത് പ്രതീക്ഷയുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം മാത്രമേ ഇനിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവളുടെ സുഖാന്വേഷണവും ഇവളുടെ ചൊറിച്ചലും മാന്തലും ഒക്കെ സഹിക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും കൂടി അവർക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ ഒരിക്കലും അവർ തമ്മിലുള്ള ആ പ്രൊഫഷനിലും ജീവിതത്തിലൊക്കെയുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ആ കുട്ടി അവനെ തിരഞ്ഞെടുത്തത് ആ കുട്ടിയുടെ ഭാഗ്യം. ഇനി പേടിക്കേണ്ടത് മുഴുവൻ ഈ ചൊറിയുന്ന മകളാണ്. ഇന്നലെ വരെ ജീവിച്ച അച്ഛൻ്റെ അമ്മയെയും ഇന്ന് ഒരു ഏട്ടനെ കിട്ടിയപ്പോൾ ആ ഏട്ടൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെയല്ലേ ഏട്ടാ, അങ്ങനെയല്ലേ ഏട്ടാ, അവരിങ്ങനെയായിരുന്നു അല്ലേ ഏട്ടാ എന്ന് പറയുന്നതിനേക്കാൾ ഏട്ടൻ്റെ കുഴപ്പങ്ങൾ കറക്റ്റ് ചെയ്യുക. കൂടെ ഈ തുടക്കത്തിൽ തന്നെ ഏട്ടൻ്റെ അടിമയായിട്ട് പിന്നാലെ നടന്ന് ഏട്ടാ ചോട്ടാന്ന് വിളിക്കാതെ ഏട്ടാ ഇതിങ്ങനെയല്ല, ഇന്നലെ വരെ എന്നെ വളർത്തിയ അച്ഛനും അമ്മയാണ്, നമ്മൾക്ക് എല്ലാ ഫാമിലി മൊത്തം ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകണം, അതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വേലക്കാരി ജാനുവായിട്ടോ അല്ലെങ്കിൽ ഏട്ടൻ്റെ നിന്ന് 4 മേടിച്ച് കവിള് പൊത്തിച്ചിരിക്കുന്ന മാതൃകാ ഉത്തമ കുടുംബിനിയായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. ഉള്ളു കിടന്ന് ഇങ്ങനെ പ്രാണം പെടയണ പോലെ കരയുമ്പോൾ അച്ഛനും അമ്മയുടെയും എടുത്ത് എന്നിട്ട് വീണ്ടും ഇങ്ങനെ പരാതി പറയാനുള്ളൊരു സ്കോപ്പ് പോലും ഇല്ലാതെയൊക്കെയാണ് മോള് ചെയ്യണത്. ഈ ഒരു മായിക ലോകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി ഭൂമിയിൽ എത്തുമ്പോഴാണ് അയ്യോ ഇത് ഭൂമിയാണ്, ഞാൻ ജീവിച്ചേർന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ ഈ കുട്ടി തിരിച്ചറിയാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.